വചനമൊഴി ജൂൺ 12. വചനഭാഗം ഹെബ്രായർ 8:7-13, യോഹന്നാന്റെ സുവിശേഷം 2:13-25. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ ഈശോ ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദൈവാലയത്തിൽ അവൻ കണ്ടു. അവൻ ചരടുകൊണ്ട് ചാട്ടയുണ്ടാക്കി അവയെല്ലാം, ആടുകളെയും കാളകളെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ പറഞ്ഞു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എന്റെ പിതാവിന്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇവ ചെയ്യുന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുന്നത്? ഈശോ മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദൈവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. അപ്പോൾ യഹൂദർ ചോദിച്ചു, ഈ ദൈവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർക്കുകയും അങ്ങനെ ലിഖിതവും ഈശോ പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് ഏറെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. ഈശോയാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല, കാരണം മനുഷ്യനുള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന ഈശോയെയാണ് നാം സുവിശേഷത്തിൽ കണ്ടത്. ദൈവം വസിക്കുന്നിടം പരിശുദ്ധമാണ്. അതിനെ പരിശുദ്ധമായി സംരക്ഷിക്കണം, കാത്തുപാലിക്കണം എന്ന ചിന്തയാണ് ഇന്ന് സുവിശേഷം നമുക്ക് നൽകുന്നത്. ഈശോ ദൈവാലയത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം തന്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആലയമാകുന്ന, ദൈവാത്മാവ് വസിക്കുന്ന ഇടമാകുന്ന നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ശരീരവും ദൈവത്തിന്റെ ആലയമാണ്, ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ ചൈതന്യം നമ്മിൽ വസിക്കുന്നുണ്ട്. ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ ദൃശ്യമായി നമ്മിൽ വന്ന് വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആലയമായ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ, നിർമ്മലതയോടെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയവിചാരങ്ങൾ ദൈവവിചാരങ്ങളാണോ? ഹൃദയ വിചാരങ്ങൾ വ്യാപാര വിചാരങ്ങളാണോ? വിശുദ്ധമായ വിചാരങ്ങളോടും നിർമ്മലമായ മനസാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാൻ, ഈശോയ്ക്ക് വസിക്കുന്ന ഹൃദയമൊരുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്ന നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.